ലാൽ സാറുമായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തമാശ അടിക്കാൻ പറ്റുമോ? ഞാൻ ശരിക്കും അത്യാവശ്യം തമാശയൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷേ ലാൽ സാറുമായിട്ടിരിക്കുമ്പോൾ ഒത്തിരി നമുക്കതൊരു ബഹുമാനമല്ലേ. ആശുപത്രി സീനിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പം അല്ല അത് ഇങ്ങനെ ഒരു തപ്പിത്തടഞ്ഞ് കൈ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഒരു വെപ്രാളം പറയാൻ വന്നപ്പോൾ എന്ന് പറഞ്ഞു. അത് പുള്ളിക്കാത്തിൻ്റെ തന്നെ കൈ നിട്ടതാണ്. കാരണം അത് ബേസിലിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഉത്തരവാദിത്വം എന്താ പറയുക, ഒരു മച്യൂരിറ്റി ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു പയ്യൻ ലുക്കുള്ള. സസ്പെൻസ് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഓഡിയൻസ് പറയും, ഓ ജിത്തു ജോസഫ് ഇതാണോ സസ്പെൻസ് വെച്ചിരിക്കുന്നത്, ഉറപ്പായിട്ട് പറയും. ആ റിവ്യൂ ചെയ്യുന്ന ആൾക്ക് ഞാനാണ് ഈ മലയാള സിനിമയുടെ ഇത് അത്യന്തികമായ എന്താ ഫൈനൽ വേർഡ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് വരാൻ പാടില്ല. കേസസ് ഒറിജിനലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാൽ അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ ഡെഫിനറ്റ്ലി നമ്മൾ വിജയമോഹനെ വീണ്ടും കൊണ്ടുവരും. അത് പക്ഷേ ഒരിക്കലും നേരിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കുമല്ലോ. നിങ്ങളുടെ ടീമിൻ്റെ അടുത്തുനിന്ന് ഒരു മോഹൻലാൽ കോമഡി, ഈ ഒരു നുണക്കുഴിയുടെ ആ ഒരു ലെയർ ഒക്കെ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്പൈസസ് വരുന്ന ഒരു കോമഡി ചിത്രം ചിന്തിക്കാൻ സാധ്യത ഉണ്ടോ? അല്ലേ, അങ്ങനെ ഒരു സാധ്യത വന്നാൽ ഞങ്ങൾ എപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ മതി. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. സംവിധായകൻ ജിത്തു ജോസഫ്, തിരക്കഥാകൃത്ത് KR കൃഷ്ണകുമാർ എന്നിവരാണ് ഇന്ന് റിപ്പോർട്ടർ TV യിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. 2 സുഹൃത്തുക്കൾ, 3 സിനിമകൾ, കൂമൻ, 12th മാൻ, നുണക്കുഴി, 3 സൂപ്പർ ഹിറ്റ്. വളരെ സിനിമയിലൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണ്. തുടർച്ചയായിട്ടുള്ള 3 സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 3 യോണറുകളിൽ നിൽക്കുന്ന, അഭിനേതാക്കളിൽ പോലും ആവർത്തനങ്ങളില്ലാത്ത സിനിമകൾ, 3 സിനിമകൾ. ഒടുവിൽ നുണക്കുഴിയിലെത്തി നിൽക്കുകയാണ്. ചിത്രം പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം ഒരു നമ്മൾ കണ്ട് നമ്മളൊക്കെ റിലാക്സ് ചെയ്തിരുന്ന കോമഡി ചിത്രത്തിൻ്റെ ലെയറിലുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. അത് പഴയ സീനിയർ താരങ്ങളെയും പുതിയ താരങ്ങളെയും ഒക്കെ ഒരുമിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സക്സസ് ആയിട്ട് തിയേറ്ററിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സംവിധായകൻ എന്നുള്ള നിലയിലും തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലും എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കാണാത്തവർ വേഗം എത്രയും പെട്ടെന്ന് പോയി തിയേറ്ററിൽ കാണുക. കാരണം ഇതിനു മുമ്പ് റിലീസിന് മുമ്പ് നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞിരുന്നത് ഞങ്ങളതൊരു ഹ്യൂമർ സിനിമയായിട്ടാണ്, നിങ്ങളെ ചിരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കാണുക, എന്നിട്ട് വിലയിരുത്തുക എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് പറയാം നിങ്ങളത് ചിരിക്കും. കാരണം തിയേറ്ററിൽ അതുപോലെ ആൾക്കാർ, ഫാമിലി അതുപോലെ ചിരിക്കുന്നുണ്ട്, ചെറുപ്പക്കാർ, നമുക്കതുപോലെ മെസ്സേജുകൾ വരുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചൊക്കെ കാഴ്ചപ്പാടിൻ്റെ ഇത് ഇപ്പം ചിലർക്ക് ചില പാറ്റേൺ ഓഫ് ഹ്യൂമർ ആയിരിക്കും ഇഷ്ടം. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയൊരു സീരിയസ്നെസ് ഒന്നുമില്ല. മീൻസ് നമ്മുടെ അതിൻ്റെ ഒരു അപ്രോച്ചിനുണ്ട്. കഥയിൽ സീരിയസ്നെസ് ഉണ്ട്, പക്ഷേ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ചുമ്മാ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ലോജിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ ചുമ്മാ കുറച്ച് നേരം തിയേറ്ററിൽ പോയിരിക്കുക, കുറച്ച് നേരം ചിരിക്കാൻ ഇറങ്ങിപ്പോരുക. ആ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്നവരെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അല്ല ഇത് കലാമൂല്യമുള്ള ഭയങ്കരമായ സിനിമയാണെന്ന് പ്രതീക്ഷിച്ച് പോകുന്നവർക്കൊന്നും ഈ സിനിമ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അത് അങ്ങനെയുള്ളവർ ആ സിനിമ തിയേറ്ററിലേക്ക് പോകാതിരിക്കുക, അതായിരിക്കും. ഇത് ചുമ്മാ റിലാക്സ് ചെയ്ത് ഇരുന്ന് ചിരിക്കാനായിട്ട് പോകുന്നവർ പോവുക. അതൊരു പഴയകാല ഒരു ചില പാറ്റേൺ ഓഫ് ആ ഒരു ഹ്യൂമറാണ്. അല്ലെങ്കിൽ ആ പാറ്റേൺ അതിനകത്ത് യൂസ് ചെയ്യിക്കുന്നത്. പക്ഷേ അതിനകത്തെ കഥയും സംഭവവാസങ്ങളൊക്കെ പുതിയതാണ്. ഇപ്പം ഈ സിനിമേൻ്റെ ഒരു യോണർ എന്ന് പറയുന്നത് പക്ക കോമഡി ആയിട്ടുള്ളതാണ്. പക്ഷേ ജിത്തു ജോസഫിൻ്റെ സിനിമകളിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള സിനിമകളാണ്. കൂമനുണ്ട്, പിന്നെ 12th മാൻ ഉണ്ട്. ഇപ്പം ഇതിലൊക്കെ ഒരു ക്രൈം റിലേറ്റഡ് സാധനമുണ്ട്. ഈ സിനിമയും വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ലെയർ വെച്ചിട്ട് വേണമെങ്കിൽ ത്രില്ലർ യോണറിലേക്ക് ആലോചിക്കാവുന്ന ഒരു എലമെൻറ്റ് ഈ സിനിമയിലുണ്ട്. പക്ഷേ അത് പക്ക കോമഡി ആയിട്ടാണ് എടുത്തത്. അങ്ങനെ ഒരു ഇപ്പം എന്താ പറയുക, നമ്മൾ തമാശയ്ക്ക് പറയുന്നത് അങ്ങനെ ഒരു കുരുട്ടുബുദ്ധി, അതായത് ത്രില്ലറായിട്ട് ചിന്തിക്കാവുന്ന ഒരു സാധനം പക്ക കോമഡി ആയിട്ട് ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കും ചിന്തയിലേക്കും ഒക്കെ പോയത് എങ്ങനെയാണ്? അതെനിക്ക് തോന്നുന്നു കൃഷ്ണകുമാറിന് ആ സ്ക്രിപ്റ്റിലേക്ക് കൃഷ്ണകുമാറിന് ആ ഉത്തരം പറയാൻ തോന്നുന്നു. അല്ല, ഇതിനകത്തുള്ളൊരു അങ്ങനെ ഒരു ത്രില്ലർ എന്ന് പറയാവുന്നൊരു വളരെ ലൈറ്റായിട്ടുള്ളൊരു എലമെൻ്റാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യങ്ങളും ഇതിൻ്റെ ഒരു സാഹചര്യങ്ങൾ മുഴുവൻ ഭയങ്കര നമ്മളൊരു എന്താ പറയുന്നത് ത്രില്ലിംഗ് മൂഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം വർക്കായി വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിതിനെ ആദ്യം മുതൽ സമീപിച്ചത്
ഒരു ഡാർക്ക് കോമഡി ആ ഒരു പാറ്റേണിൽ ചിന്തിക്കുക എന്നുള്ളതാണ് കാര്യം. ഇതിനകത്തുള്ളൊരു ഈ ഡാർക്ക് കോമഡിക്കകത്തിൽ ആൾക്കാർ ചെന്ന് പെടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഗൗരവവും സീരിയസ്നെസ്സും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക മർഡർ അങ്ങനെയൊക്കെ പറയുന്ന അതൊക്കെ ഉണ്ടാവും. പക്ഷേ അതെല്ലാം പ്രേക്ഷകനെ സംബന്ധിച്ച് ഇയാൾ ചെന്ന് പെടുന്ന സാഹചര്യങ്ങൾ, ഹീറോ ആയാലും അയാളുടെ ചുറ്റും നിൽക്കുന്ന കഥാപാത്രങ്ങളായാലും അതെല്ലാം പ്രേക്ഷകനെ സംബന്ധിച്ച് ചിരി ഉണർത്തുന്ന സംഗതികളാണ്. അതാണ് ആ ഒരു ജോണറിൻ്റെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ത്രില്ലർ മാത്രമല്ലല്ലോ, നമ്മൾ മറ്റ് ഇതും അറ്റംപ്റ്റ് ചെയ്യണമല്ലോ. ഇപ്പം ഞാനാണെങ്കിൽ 2 അടുപ്പിച്ചടുപ്പിച്ച് ത്രില്ലറാണ് ചെയ്തത്. ജിത്തു ആണെങ്കിൽ ദീർഘനാളുകളായിട്ട് ത്രില്ലർ മാത്രം ചെയ്തു വരിക. ഇപ്പം കഴിഞ്ഞ ഒരു സിനിമയാണ് ഒരു കോഡ് റൂം ഡ്രാമ ജിത്തു ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് മാറി നമ്മൾ മറ്റ് മേഖലകളും കൂടെ നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്യണമല്ലോ. ഈ ഒരു കാര്യം പറഞ്ഞപ്പം ചോദിക്കാൻ തോന്നുന്നത്, നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു സിനിമ ഒരു കോംബോ ആയിട്ട് വരുന്നു, അത് വിജയിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ അത് മറ്റ് സംവിധായകരും മറ്റ് ഫിലിം മേക്കേഴ്സും ഈവൻ പ്രൊഡ്യൂസേഴ്സ് വരെ റിപ്പീറ്റ് ചെയ്യാമല്ലോ, ഇതേ മോഡലിൽ തന്നെ ഒരു സിനിമ പിടിക്കുക പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വളരെ ബോധപൂർവം വ്യത്യസ്തമായിട്ടുള്ള ഓണറുകൾ തന്നെ നിങ്ങൾ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ അതിനെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു, വിജയിക്കുകയും ചെയ്തു. ഓരോ ചിത്രത്തിൻ്റെ കൂടെയും പ്രേക്ഷകർ സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഇമോഷൻസും വെച്ചിട്ടാണ്. ഇത് വളരെ കോൺഷ്യസ് ആയിരുന്നു ഈ ഡിസിഷൻ. ആദ്യത്തെ ഒരു 12th മാനിന് ശേഷം ഇനി എടുക്കുകയാണെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് ഇനി പോവില്ല. ഇത് രണ്ടുപേരും ഭയങ്കര ആലോചിച്ചുറപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണോ? അങ്ങനെയല്ല. ആക്ച്വലി കൃഷ്ണകുമാർ ആദ്യം എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. സിനിമയിൽ ഞാൻ വരുന്നതിന് മുമ്പുള്ള പരിചയവും സൗഹൃദവുമാണ്. ആദ്യം കൃഷ്ണകുമാർ ബിസിനസ്സൊക്കെ ആയിട്ട് നടന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ഞാൻ സിനിമ പറഞ്ഞ പോലെ എനിക്കൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ വന്നു, ഒരു കഥ പറഞ്ഞു. അതിനകത്ത് ഒരു ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സാധനം ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് വർക്കൗട്ടായി നമുക്ക് ചെയ്യാനത് പറ്റാത്ത സാഹചര്യം വന്നു. അതിങ്ങനെ പോയി. അത് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇനിയും കഥയുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു. അതായിരുന്നു കൂമൻ. കൂമൻ്റെ ഒരു ഐഡിയ പറഞ്ഞപ്പോഴേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വന്ന് കൂമൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി അതിങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ബോംബെയിൽ നിന്ന് ഇങ്ങനെ ഒരു കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്ത് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ വന്നു. അപ്പോൾ ഞാൻ കൃഷ്ണകുമാർ ഇതെങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, കൃഷ്ണകുമാർ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. കൃഷ്ണകുമാർ അതിമനോഹരമായിട്ട് ഇത്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ത്രില്ലറെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് ശരിക്കും ഈ പഴയ അഗത ക്രിസ്റ്റി, ഷെർലോക്ക് ഹോംസിൻ്റെയൊക്കെ ഹൂ ഡൺ ഇറ്റ് എന്ന് പറയുന്നൊരു അങ്ങനത്തെ ഒരു ജോണറുണ്ട്, ഒരു മിസ്റ്ററിയാണ് ഹൂ ഡൺ ഇറ്റ്. ഇതിനകത്തെ കൊലപാതകി ആര് എന്ന് പറയുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് നമ്മുടെ പഴയ CBI കുറിപ്പിൻ്റെയൊക്കെ പാറ്റേണിൽ അതാണ്. അതിൽ തന്നെ കുറച്ചുകൂടി ഒരു അഗത ക്രിസ്റ്റി മൂഡ്, അതിന് ഒരു രാത്രി, ഒരു അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലം, അങ്ങനെ. അപ്പം ഒരു OTT ഇതായിട്ട് ഇത് വന്നപ്പോൾ നമുക്കത് അങ്ങനെ ഒരു റിസോർട്ടിനകത്ത് ചെയ്യാനും പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പ്ലാൻഡ് അല്ലാത്തതിൻ്റെ കാര്യം കൂവൻ പ്ലാൻ ചെയ്തിരുന്നത് ഞങ്ങൾ അതിനു മുമ്പ് കൃഷ്ണകുമാർ മോഹൻലാലിനെ വെച്ച് പറഞ്ഞു ചെയ്യാം. അങ്ങനെ രീതിയിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പം കൂമൻ വന്നു. കൂമൻ വന്നു കഴിഞ്ഞപ്പം കൃഷ്ണകുമാർ ഇങ്ങനെ വന്നിട്ട് ഈ കഥ കൃഷ്ണകുമാറിനും എല്ലാവർക്കും ഇല്ലേ ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളത്. കൃഷ്ണകുമാർ പറഞ്ഞൊരു ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ആശയം പറഞ്ഞു, അതിൻ്റെ കൂടെ കുറച്ച് സിറ്റുവേഷൻസ് പറഞ്ഞു. ഞാൻ ഇത് രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഇതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് മാറ്റി ചിന്തിച്ചുകൂടാന്ന്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ബോധപൂർവമായിട്ട് ആലോചിക്കുന്നുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ ഇത് മൂന്നും യാദൃശ്ചികമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. കാര്യം ഞാൻ ആദ്യം പറയുന്നത് ഒരു കോമഡി ഡ്രാമയാണ് ജിത്തുവിനോട് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഒരു ത്രില്ലർ സിനിമകളുടെ ഒരു സീരീസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം മാറ്റി ചെയ്യേണ്ട അല്ലെങ്കിൽ ആ സമയത്ത് അത് പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് അത് നമ്മൾ മാറ്റി വെച്ചത്. അപ്പോഴാണ് കൂമനിലേക്ക് വന്നത്. അത് ബോധപൂർവമായിട്ടൊന്നും വന്നതല്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കഥ പറയുകയും അത് ജിത്തുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെയാണ് ആ സിനിമ വരുന്നത്. മറ്റേത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ബോധപൂർവമായി സംഭവിച്ചതല്ല, രണ്ടും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ കൂമൻ്റെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഈ ഒരു തോട്ട് വരുന്നതും. അപ്പോൾ എനിക്ക് തോട്ട് വന്നത് ജിത്തുവിനോട് പറയുമ്പോൾ പോലും ജിത്തുവിന് ഇപ്പം അങ്ങനത്തെ ഒരു ടേസ്റ്റിൽ ഒരു പടം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ത്രില്ലർ ഇങ്ങനെ ആൾക്കാർ തന്നെ ജിത്തുവിൻ്റെ തലയിൽ ഈ ത്രില്ലർ ഇങ്ങനെ എടുത്തു വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ പ്രേക്ഷകരായാലും പിന്നെ ആക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും എല്ലാവരും അന്വേഷിച്ച് വരുന്ന ത്രില്ലറാണ്. അപ്പോൾ ഇത് എന്നാലും എൻ്റെ അടുത്ത് വരുന്ന കഥകളും തോട്ട്സും ഒക്കെ ആദ്യം ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ ആക്സസ് ഉള്ള ആളെന്നുള്ള നിലയിലും ജിത്തുവിനോടാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇത് കൊള്ളാം, ഞാനും ഒരു ഡിഫറൻ്റായ ഒരു എന്തെങ്കിലും ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതിന് മുമ്പ് തന്നെ കോഡ് റൂം ഡ്രാമ വന്നു, ഇത് വന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് മാറി
അടുത്തൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു പാറ്റേൺ വേറൊരു പാറ്റേണാണ് ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ ആലോചനയിലുള്ള ഒരു കഥയാണ്, പക്ഷെ അത് 1-2 അങ്ങനത്തെ ഡിഫറൻ്റായ കഥകൾ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നിച്ച് ചെയ്യുന്നത് വേറെ പാറ്റേൺ, വേറെ ഒരു ജോണർ എന്ന് പറയാവുന്ന ഒരു 1-2 സിനിമകൾ അങ്ങനെയായിരിക്കും. എന്നിട്ട് അഗൈൻ ചിലപ്പോൾ ത്രില്ലറിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നു. ഇപ്പം നുണക്കുഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ കാസ്റ്റിംഗ് ആണ്. ഇപ്പം പൊതുവേ ചില കാസ്റ്റിംഗ്, ഇപ്പം ചില സിനിമകൾക്ക് ചില കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ക്യാരക്ടറിൻ്റെ പഴയ സ്വഭാവം എന്താണ്, ഇയാൾ ഈ ഒരു ഇതിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഡയറക്ടറോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ എഴുതി ഫലിപ്പിച്ച് പ്രേക്ഷകനെ കൊണ്ടുവരേണ്ട സാറുണ്ട്. പക്ഷേ ഈ നുണക്കുഴി കണ്ടപ്പോൾ എനിക്ക് സംശയം, ഇപ്പം സിദ്ദിഖിൻ്റെ ആ ലുക്കും ഫസ്റ്റ് ഡയലോഗും കാണുന്നതിന് ഇയാൾ എങ്ങനെയായിരിക്കും ക്യാരക്ടേഴ്സിന് നമുക്ക് പ്രേക്ഷകന് അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ബൈജുവിൻ്റെ ക്യാരക്ടറായാലും ബേസിലിൻ്റെ മനോജ് കെ ജയൻ്റെ ആ ഫസ്റ്റ് ഷോട്ടിൽ അദ്ദേഹം ഡയലോഗ് ഡെലിവറി പറയുന്നത് ഇയാളുടെ ബാക്ക് സ്റ്റോറി അടക്കം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊരു ഏകദേശം ഊഹിക്കാൻ പറ്റും. പ്രേക്ഷകന് അത് കിട്ടുന്നുണ്ട്. അപ്പം വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇയാൾ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നതിന് കാര്യമുണ്ട് എന്ന് കൺവിൻസിങ് ആണ്. അൽത്താഫിൻ്റെ ക്യാരക്ടറായാലും ഇവൻ ബേസിൽ ലെന ഇവരുടെ ഒക്കെ ക്യാരക്ടർ. അപ്പം ഇവരെ ഈ ചെറിയ പിക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ഈ ക്യാരക്ടറിന് ഇവർ എന്നുള്ളത് എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇത് ഇന്നയാളായിരിക്കും, അതല്ലെങ്കിൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കഥ പറഞ്ഞു കഴിഞ്ഞ് കൃഷ്ണകുമാർ ഒന്ന് സ്ക്രിപ്റ്റ് എഴുതി തന്നു. ഇതിനകത്ത് ആദ്യം വീഴുന്ന ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ വീഴുന്നത് ബൈജുവ. CI വായിച്ചപ്പം ഞാനത് വിളിച്ചപ്പോൾ എനിക്ക് വേറെ ആരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് തന്നെ പറ്റുന്നത്. പിന്നെ ബേസിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് കൃഷ്ണകുമാറും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം, കാരണം അത് ബേസിലിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഉത്തരവാദിത്വം എന്താ പറയുക, ഒരു മച്യൂരിറ്റി ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു പയ്യൻ ലുക്കുള്ള കല്യാണം കഴിഞ്ഞു, ഒരു വലിയ കമ്പനിയുടെ കൊണ്ടിരുത്തി, ഇപ്പം ഈ പറയുന്ന പോലെ മറ്റേ ഇതിനകത്ത് 100-ന്റെ പോലത്തെ ഒരു അവസ്ഥ. പക്ഷേ വിദ്യാഭ്യാസം ഇതൊക്കെ ഉണ്ട്, വിവരമില്ലായ്മയൊന്നുമല്ല, പക്ഷെ ഒരു എന്താ പറയുക, ഒരു മച്യൂരിറ്റി ഇല്ല. അപ്പോൾ അത് നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും അപ്പിയറൻസ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന തുടക്കം തൊട്ടേ ഞാൻ ഈ രശ്മിതയുടെ ക്യാരക്ടർ ആര് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ പലരും അസിസ്റ്റൻസ് ഒക്കെ പല പേരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോഴാണ് കൃഷ്ണകുമാർ അവിടെ നിന്നിട്ട് പറഞ്ഞത് നമ്മുടെ ഗ്രേസ് ആൻ്റണി എങ്ങനെയാണെന്ന്. അത് കേട്ടപ്പോൾ അപ്പം തന്നെ നമ്മളത് വീണു. പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ വേണം, ഇപ്പോൾ ഇച്ചിരി ഡിമ്മ, അപ്പോൾ അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഇതൊക്കെ വെച്ച് നമ്മൾ മനോജ് കെ ജയൻ. അപ്പം ഞങ്ങളുടെ പ്രൊജക്റ്റിനകത്ത് തന്നെ അദ്ദേഹം അവർ അസോസിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഫ്രഷ്നെസ്. പിന്നെ പുള്ളി ഇപ്പം അദ്ദേഹം ഒത്തിരി സിനിമകൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഒത്തിരി സിനിമ ചെയ്യുന്ന ഒരാളുണ്ട്, സിദ്ദിഖേട്ടൻ. അതിനകത്ത് സിദ്ദിഖേട്ടനെ ഇപ്പം സിനിമ കണ്ടവർക്ക് അറിയാം, 2 സ്വഭാവമാണ്. വെള്ളം അടിച്ചാൽ ഒരു സ്വഭാവം, വെള്ളം അടിച്ചാൽ അതുപോലെ പുൾ ഓഫ് ചെയ്യാൻ അതുപോലെ കഴിവുള്ള ഒരു ആക്ടർ വേണം, പ്രായം കൊണ്ടും ബാക്കിയെല്ലാം വേണം. അപ്പം അങ്ങനെ എല്ലാം സിനിമയിൽ കഥ പറഞ്ഞ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതായത് എൻ്റെ മനസ്സിൽ അന്നേരം തന്നെ ഒരു മെലിഞ്ഞുണങ്ങിയ ഒരാളാണ്. കാരണം ഇവന് ഈ യാത്രയും ഈ നരകയാതനയും അനുഭവിച്ച് അലച്ചിലും ഒക്കെ ആയിട്ട് ഒരുമാതിരി ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ അത് ഞാൻ നോക്കി കഴിയുമ്പോൾ കറക്റ്റ് അൽത്താഫ് അതിന് സെറ്റാണ്. അങ്ങനെ ദൈവാനുഗ്രഹം പോലെ ഇങ്ങനെ എല്ലാം ഒത്തുവരുവാണ്. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സിനിമ കണ്ട സമയത്ത് അതിനുശേഷം പ്രേക്ഷകനും പറയുന്ന ഒരു സാധനമാണ് സിദ്ദിഖിൻ്റെ ഡയലോഗ് ഡെലിവറി. എക്സ്പെഷ്യലി എടുത്തു പറയുന്ന ഡയലോഗ് ഞാനൊരു മാന്യനാണ്. അതിൻ്റെ ആ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് ആ സിനിമയിലടക്കം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത് ആ മോഡുലേഷൻ്റെ ഒക്കെ ഇപ്പം ആ മാന്യൻ എന്നുള്ള വാക്കിന് മോഡുലേറ്റ് കൊടുക്കുന്നതിന് ആണ് അവിടെ കറക്റ്റായിട്ട് അത് പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യുന്നത്. സംസാരത്തിലെ വൈബ്രേഷൻ ശരീരത്തിലുണ്ട്. അപ്പം അത് കൃത്യമായി ഡയറക്ടർ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശമായിരുന്നു, അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ല, ഇനി കൃഷ്ണകുമാർ എന്തെങ്കിലും പറ്റില്ല. ഞങ്ങൾ അവരൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അവരുടെ ഒരു ഗുണം. അവരാ ക്യാരക്ടറിനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് വരും. അപ്പം ഞാനും വെയിറ്റ് ചെയ്യുന്ന ഇതാണ്. ചിലപ്പോൾ ഞാൻ കൊടുക്കുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള, ഇപ്പം ഞാൻ ഒരെണ്ണം പറഞ്ഞാൽ പുള്ളി അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നല്ല അവർ ചെയ്തിട്ട് നമുക്കത് വർക്കൗട്ട് ആയെന്നില്ലെങ്കിൽ മാറ്റിക്കാം. അപ്പോൾ അവർക്ക് ഫ്രീഡം കൊടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഹ്യൂമർ സിനിമയിൽ നമ്മളിതിൻ്റെ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ സിറ്റുവേഷൻ കൊടുത്തു, സ്ക്രിപ്റ്റ് വായിച്ചു, നമ്മളൊരു ക്യാമറ റഫ്ലി ഒരു ആംഗിളൊക്കെ വെച്ചു, എന്നിട്ട് അവർ പെർഫോം ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് നോക്കുവാണ്. അപ്പോൾ ചിലത് ഇങ്ങനെ നോക്കുമ്പോൾ ചിലത് ആസ് എ റൈറ്റർ ചിലപ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ലെങ്കിൽ കൃഷ്ണകുമാർ പറയും നമുക്കത് അങ്ങനെയല്ല, നമുക്ക് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കറക്ഷൻസ് വരും. പക്ഷേ അവരിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അതൊരിക്കലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതും നമുക്ക് വേണം. അതുകൊണ്ട് അവർക്ക് ഫ്രീഡം കൊടുത്തു. അവർ ചെയ്യുമ്പോൾ നമുക്കത് ഓക്കെ ആണെങ്കിൽ അങ്ങനെ. ഇപ്പം ഞങ്ങൾ എല്ലായിടത്തും പറയുന്ന രശ്മിയതയോട് ഞാൻ ഒരിക്കലും പറഞ്ഞല്ല, പുള്ളിക്ക് ആ പിന്നെ ആശുപത്രി സീനിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പം അല്ല അത് ഇങ്ങനെ ഒരു തപ്പിത്തടഞ്ഞ് കൈ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഒരു വെപ്രാളം പറയാൻ വന്നപ്പോൾ എന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരത്തിൻ്റെ തന്നെ കൈ നിട്ടതാണ്. അത് പക്ഷേ ഞാൻ പറയുന്നത് ചിലപ്പോൾ തപ്പിത്തടയാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ വേറെ രീതിയിലായിപ്പോവും.
ഈ മാന്യൻ എന്ന് പറയുന്ന ഇതിനൊരു ഐറണിയും കൂടെ ഉണ്ട്. അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം നിഖിലയുമായിട്ട് വഴക്കുണ്ടാകുമ്പം ബേസിൽ പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഒരു മാന്യനാണ്. കാര്യം ബേസിലിൻ്റെ അന്നേരത്തെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹം ഒരു മാന്യനാണ്. പക്ഷെ പിന്നെ രണ്ടാമത് കാണുമ്പോൾ പുള്ളി അത്ര മാന്യനിലല്ല, ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടിലും പുള്ളി മാന്യനായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ പുള്ളി സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ് ഞാനൊരു മാന്യനാണ്. അപ്പോഴാണ് പുള്ളി അത് പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ പുള്ളിക്കും അത്ര വിശ്വാസമില്ല. ആ ഡയലോഗിന് അങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ട്. പിന്നെ ലാസ്റ്റിൽ സിദ്ദിഖേട്ടൻ ഇത് കൊടുത്തിട്ടും പറയുന്നുണ്ട് ഇനിയെങ്കിലും ഞാനൊരു മാന്യ. ആ സാധനം നമ്മൾ പലയിടത്തായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ സിനിമകളെ പോലെ തന്നെ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂസ് എങ്ങനെയായിരിക്കും വരിക, ഇതിൽ ആരായിരിക്കും ഭയങ്കര രസമായിട്ട് ചെയ്യാന്നൊക്കെ ഒരു പ്രേക്ഷകരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സിനിമയെ പോലെ തന്നെ അഭിമുഖങ്ങളെയും കാത്തിരിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ സിനിമയുടെ പോസ്റ്റേഴ്സൊക്കെ വന്ന സമയത്ത് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു സിനിമയ്ക്ക് മുൻപ് ശേഷമുള്ള ബേസിലും ഗ്രേസ് ആൻ്റണി ആയിട്ടുള്ള ചിലപ്പോൾ കോംബോ ഇൻ്റർവ്യൂസൊക്കെ വന്നാൽ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അതിൻ്റെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ പൊതുവെ കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ അദ്ദേഹം കൂടെ നടുക്കിലിരുന്ന് അതെങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു ആകാംക്ഷയൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇൻ്റർവ്യൂസ് വന്ന സമയത്ത് ശരിക്കും സ്കോർ ചെയ്തത് മനോജ് കെ ജയൻ, ബൈജു, സിദ്ദിഖ്, ഇവർ 3 പേരായിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സീനിയേഴ്സ് തമ്മിൽ ഇത്രയും വൈബ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വേറെ കണ്ടിട്ടേ ഇല്ല. ബേസിൽ പോലും തഗ് ലൈഫ് മറുപടികൾ പറയാൻ പകച്ചുപോയ സമയങ്ങൾ പല ഇൻ്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അറിയാൻ ഏറ്റവും ആകാംക്ഷ തോന്നിയത് ഇവർ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു ഈ 3 പേര്, ഈ ഒരു മൂഡായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാത്രമുള്ള സീനുകളിൽ ഇവർ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവർ 3 പേരും കൂടെ ഒരു കസേര ഇട്ട് പോയിരിക്കും. നമ്മളൊക്കെ അടുത്ത അപ്പുറമൊക്കെ ആയിട്ട് പോയിരിക്കും. ഇവരുടെ പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തു. ഇത് ഇൻ്റർവ്യൂവിലുള്ളതിൻ്റെ ഡബിൾ കൊണ്ടും കൊടുത്തുള്ള പരിപാടിയായിരുന്നു. ഇത് കൂടുതലും കൃഷ്ണകുമാറിന് അത് എക്സ്പീരിയൻസ് ചെയ്തത്. കാരണം ഞാൻ ഡയറക്ഷനൊക്കെ ആയിട്ട് നടക്കുമ്പോൾ പുള്ളി അവിടെ സൈഡ് വെപ്പുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ഒച്ചയും ചിരിയും പൊട്ടിച്ചിരിയൊക്കെ കേൾക്കാം. ഭയങ്കരമായിട്ട് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഈ ത്രില്ലറിൻ്റെ പാറ്റേൺ ചെയ്ത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഇത്. കാരണം ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, പുതിയ ആൾക്കാർ പിള്ളേരെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ പിന്നെ ഈ ഒരു ഹ്യൂമർ ആകുമ്പോൾ അതിൻ്റെ ഒരു മൂഡ് വേറെയാണ്. അപ്പോൾ ശരിക്കും എനിക്കൊരു ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ഇത്. എനിക്ക് നേരിന്റെ ഇന്റർവ്യൂവിന് വന്നതിനേക്കാളും ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര മീറ്റിനും വരെ ബേസിൽ കുറെ പറഞ്ഞ സമയത്ത് പ്രൊമോഷൻ വീഡിയോയിൽ അഭിനയിച്ച് പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ കൂടിയും ബേസിലും ജിത്തു സാറും കൂടി അഭിനയിക്കും. ബേസിൽ ജോസഫ് അല്ല, ഇന്ന് വേറെ കാര്യം കൂടെ ഉണ്ട്. അവരൊക്കെ പ്രായം കൊണ്ട് മീൻസ് അതല്ല, അവർ ബേസിലിനൊക്കെ ചെറുതാണ്. പിന്നെ ബൈജുവരൊക്കെ ആയിട്ടുള്ള ഒരു വൈബ് വേറെയാണ്. നമ്മളിങ്ങനെ ചിരിച്ച് പറഞ്ഞു ലാൽ സാറുമായിട്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ തമാശ കാണിക്കാൻ പറ്റുമോ? ഞാൻ ശരിക്കും അത്യാവശ്യം തമാശയൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷേ ലാൽ സാറുമായിട്ടിരിക്കുമ്പോൾ ഒത്തിരി നമുക്കതൊരു ബഹുമാനമല്ലേ. ഇപ്പം മമ്മൂക്കായ, ലാൽ സാർ, ഇങ്ങനെയുള്ള വലിയ സീനിയർ ആർട്ടിസ്റ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ ഞങ്ങൾ റെസ്പെക്റ്റോടെ, അതൊരു ബഹുമാനത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ ലാൽ സാറിന് ഇഷ്ടമായിരിക്കും ചെയ്യുന്നത്, പക്ഷേ എനിക്ക് പേടിയാണ്. മനസ്സിലായോ എന്ന് പറയുന്നൊരു സാധനം. ഇത് തന്നെ മറ്റ് ചില ആർട്ടിസ്റ്റിന് എന്നോടുണ്ട്. ഇപ്പം ഗ്രേസൊക്കെ എന്നോട് വന്നിട്ട് പറഞ്ഞു പേടിയായിരുന്നു. ഞാൻ ചെന്തിന് പേടിക്കണേ. ഈ നമുക്ക് ഈ സിനിമകൾ കണ്ടിട്ട് നമ്മൾ ചില അഭിനേതാക്കളെ അതുപോലെ തന്നെ സംവിധായകരെയും വിലയിരുത്തും. അതായത് ത്രില്ലർ പടങ്ങൾ പിടിക്കുന്ന സംവിധായകൻ ഭയങ്കര സീരിയസ്, കോമഡി പടങ്ങൾ പിടിക്കുന്ന സംവിധായകൻ. പക്ഷെ നമ്മളെപ്പോഴും ഹരിശ്രേഷോകനൊക്കെ നമ്മൾ ഇന്റർവ്യൂസിൽ പലതിലും സംസാരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഇടപെടുന്ന മനുഷ്യരായിട്ട് തോന്നും. ഞാൻ ആദ്യമായിട്ട് ഈ വളരെ സീനിയറായ ഒരാളെ നേരിട്ട് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമുണ്ട്. ശങ്കരാടി ചേട്ടനെയാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പം നമ്മൾ സിനിമയിലെല്ലാം ശങ്കരാടി ചേട്ടനെ ഭയങ്കര ഇതായിട്ട് കണ്ടിട്ട് ഞാനിവിടെ PV തമ്പി സാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പം ശങ്കരാടി ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്നോടും ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഓപ്പോസിറ്റ് കസേരയിൽ പോയിരുന്നു. ഇപ്പം 2 കോമഡിയൊക്കെ കേൾക്കാം, 2 തമാശയൊക്കെ കേൾക്കാമെന്ന്. എന്നിട്ട് നമുക്കൊന്നും മനസ്സിലാകാത്ത എന്തോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ശങ്കരാടി ചേട്ടൻ അവിടെ വളരെ സീരിയസ് ആയിട്ട് ഇദ്ദേഹമായിട്ട് ഈ തമ്പി സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്നാൽ ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞ് ശങ്കരാടി ചേട്ടൻ പോയി. അപ്പോൾ ഈ കോമഡി ചെയ്യുന്ന ആൾക്കാർ കോമഡി പറയണം വളരെ ഗൗരവം എന്ന് പറഞ്ഞാൽ അധികം എൻ്റെ മുഖത്തേക്കൊന്നും നോക്കി ചിരിച്ചു പോലുമില്ല, അത്ര ഗൗരവക്കാരനായിരുന്നു പുള്ളി. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഒരു കുഴിച്ചെടുത്ത കൊലപാതകം നടന്നാൽ അപ്പം പറയുന്ന സാധനമാണ് ദൃശ്യം മോഡൽ കൊലപാതകം. ഇതേ മോഡലിൽ തന്നെ വേണമെങ്കിൽ കൃഷ്ണകുമാറിനെതിരെയും ആരോപണം ഉന്നയിക്കാവുന്നത്. കൂമൻ ഇറങ്ങിയ സമയത്ത് സെയിം ടൈമിലാണ് കേരളത്തിൽ ഒരു നരബലിയുടെ സാധനം. അപ്പം സത്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന പൃഥ്വിരാജൊക്കെ തമാശയ്ക്ക് പറയുമ്പോൾ മുമ്പേ ഇലുമിനാറ്റി ആണോ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു തമാശ ഡയലോഗ്? അതിനകത്തിലൊരു സംഗതിയുണ്ട്. ഞാൻ ഈ കൂമൻ്റെ കഥ നമ്മൾ ഈ കേരള തമിഴ്നാട് ബോർഡറിൽ കൊണ്ട് പ്ലേസ് ചെയ്തത് തന്നെ ഇത് കേരളത്തിൽ നടക്കില്ല, കേരളത്തിൽ പറഞ്ഞാൽ ഇത് വിശ്വസിക്കില്ല. കാര്യം ഇതിൻ്റെ ഇത്തരം ഒരു
കൂമനിൽ നമ്മൾ പറഞ്ഞ പോലത്തെ അത്തരം സംഗതികളുമായി ബന്ധമുള്ള കുറച്ച് ആ ബോർഡറിലൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഈ കമ്പം തേനി, കേരളത്തിൻ്റെ ഇടുക്കി ബെൽറ്റിൽ, അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ തമിഴ്നാടുമായിട്ടുള്ള ബെൽറ്റിലൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. ഇത് ഇങ്ങനത്തത് നമ്മൾ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് കളിയൊക്കെ ഉള്ളതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തത്. ഇത് പ്ലേസ് ചെയ്ത് നമ്മൾ ഷൂട്ടും ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞ് റിലീസിന് സെറ്റായിരിക്കുന്ന സമയത്താണ് ഇവിടെ എറണാകുളത്തു നാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് പത്തനംതിട്ടയിൽ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അപ്പം അപ്പം ജിത്തു റാമിൻ്റെ ഷൂട്ടിനായിട്ട് ഇവിടെയാണ് UK-ലാണ്. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കടവന്തറയിൽ നിന്നാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്, നമുക്കിത് കൊച്ചി പറഞ്ഞാൽ മതിയായിരുന്നു, മറ്റേ ബോർഡറൊന്നും പോയി പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. റിലീസിന്റെ തൊട്ട് മുമ്പേ ആയിരുന്നല്ലോ ഈ സംഭവം ഉണ്ടായിരുന്നത്. അപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ആശങ്ക ഇത് ഇങ്ങനെ ഇല്ല പോസിറ്റീവായിരുന്നു. പിന്നെ അത് നമ്മുടെ ഒരു വിശ്വസിച്ചാൽ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടക്കും, ഇല്ലെങ്കിൽ ആൾക്കാർ ഇത് വിശ്വസിക്കില്ല. ഇപ്പം എനിക്ക് പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ളത് കന്യാകുമാരി ബെൽറ്റിൽ നടന്ന ഒരു സംഭവമാണ്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല. ഇതിൽ തന്നെ ഞാൻ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് ഒരു ദിവസം യാദൃശ്യമായിട്ട് കാണാനിടയായി. ഈ കേസ് കണ്ടുപിടിച്ച് ഈ നരബലി കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ഉദ്യോഗസ്ഥനായിട്ട് ഒരു ദിവസം ഞാൻ സംസാരിച്ചു. യാദൃശ്യമായിട്ട് എന്നെ പരിചയം. അപ്പോൾ എന്നോട് പുള്ളി ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കഥ ഇങ്ങനെ തോന്നിയത്, ഇങ്ങനെ സംഭവം തോന്നിയത്? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു. അതായത് ഇവിടുന്ന് ഈ ഒരു ലേഡി മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊച്ചി സിറ്റിയിലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് വന്നു. അതിങ്ങനെ അവരൊരു മാൻ മിസ്സിങ് കേസായിട്ട് ഇങ്ങനെ എഴുതി തള്ളിയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനൊരു പെട്ടെന്നൊരു ഉള്ളുവിളി പോലൊരു തോന്നലുണ്ടാവുകയാണ്, ഇതൊരു മർഡറാണ്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ സംഭവം ഉണ്ടെന്ന് പുള്ളി എന്നോട് പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറിന് തോന്നിയ പോലെ തന്നെ എനിക്കും അങ്ങനെ എന്തോ ഒരു ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കാമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടാണ് പുള്ളി ഇത് സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് സംഭവം പുറത്തു വന്നത്, ഇല്ലെങ്കിൽ പുറത്തു വരില്ല. കാര്യം ഇവർ 2 ലേഡീസും അങ്ങനെ ഒരു വളരെ ഇതായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ഇവിടെ സാധാരണക്കാരായിട്ട് ലോട്ടറിക്ക് വിറ്റ് നടക്കുന്ന മറ്റ് കുടുംബാംഗങ്ങളോ ആൾക്കാരോ ഒന്നും അന്വേഷിക്കാത്ത ആൾക്കാരാണ്. ആ കുടുംബമായിട്ടൊന്നും അത്ര ബന്ധമില്ലാക്കിയത്. ഇപ്പോൾ ഒരാൾ കാണാതെ പോയി കഴിഞ്ഞാൽ കാണാതെ പോയി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ആ ഉദ്യോഗസ്ഥന് തോന്നിയ പുള്ളി പറഞ്ഞു, എൻ്റെ മൈൻഡിൽ തോന്നി ഇതൊരു വലിയ എന്തോ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി, അങ്ങനെയാണ് ഞാനിത് അന്വേഷിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ എല്ലാവർക്കും ഉണ്ടാവും, നമുക്ക് മാത്രമല്ല പോലീസുകാർക്കും ഉണ്ടാവും. ഇപ്പം നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, പക്ഷേ എങ്കിൽ പോലും ജിത്തു എന്ന് പറയുന്നത് ഒരു റൈറ്റർ ഡയറക്ടറും കൂടിയാണ്, കൃഷ്ണകുമാർ റൈറ്ററാണ്. സോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ എഴുതുന്ന പാറ്റേൺ ആയിരിക്കില്ല, അല്ലെ ആ രീതി ആയിരിക്കില്ല മറ്റൊരാൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് റൈറ്റിങ്ങിൽ വരുന്നത്? ഇപ്പം കൃഷ്ണകുമാർ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റിൻ്റെ സംഭവം ജിത്തു വായിക്കുന്ന സമയത്ത് അതിലേക്ക് ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എങ്ങനെയായിരിക്കും? ഇതല്ലാതെ നിങ്ങൾ രണ്ടുപേരുടെയും പടമല്ലാതെ ജിത്തുവിൻ്റെ മറ്റേതെങ്കിലും പടങ്ങളിൽ കൃഷ്ണകുമാർ അഭിപ്രായം പറയുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം? നമുക്കൊരു ടീമുണ്ട്, നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് നമ്മുടെ വരുന്ന സിനിമകൾ നമ്മൾ ഒരുമാതിരി അങ്ങനെ വരുമ്പോൾ കൃഷ്ണകുമാറുമായിട്ട് ഷെയർ ചെയ്യും. പിന്നെ നമ്മൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ഒരു കഥ പറയുന്നു, കഥ കഴിയുമ്പോൾ ഒരു ബേസിക്കലി അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിലാണ് എൻ്റെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സീൻ ഓർഡർ ഇപ്പം നമുക്കിങ്ങനെ എൻ്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ്, നമുക്കിങ്ങനെ വരുമ്പോൾ ഇന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോയാൽ നല്ലതായിരിക്കും എന്നുള്ളത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെതായ രീതിയിൽ ഇത് പറയും, ഞാൻ അതിനകത്ത് എൻ്റെ അഭിപ്രായം പറയും. എന്നിട്ട് അതിനകത്തുനിന്ന് എപ്പോഴും ഒരു രണ്ടാമത്തെ ഒരു പെർസ്പെക്റ്റീവ്, ഒരു സെക്കൻഡ് ബ്രെയിൻ ഉള്ളത് നല്ല അല്ല. എപ്പോഴും നമ്മുടെ ചിന്താഗതി മാത്രം നിൽക്കും, അപ്പോൾ എപ്പോഴും ഒരു നല്ല, പക്ഷേ ഇതേ ഉള്ളൂ, അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു നല്ലതാണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മറ്റേ ആളത് ഇത് ചെയ്യുക. അങ്ങനെ ഒരു 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 പരസ്പര ധാരണയിൽ പോകുന്നത്. കാരണം അതുകൊണ്ട് ഞാൻ എന്ത് എഴുതിയാലും ഞാൻ എന്ത് പറഞ്ഞു, എനിക്ക് എന്തും കൃഷ്ണകുമാർ എഴുതിയതിനകത്ത് എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കൃഷ്ണകുമാറിൻ്റെ ഇതിനകത്ത് കൃഷ്ണകുമാറിനും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവസാനം ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇതാകുന്നില്ലെങ്കിൽ നമ്മൾ ഫീഡ്ബാക്കിനിടും, നമ്മൾ കൂടുതൽ ആൾക്കാരോട് ചോദിക്കും. അപ്പോൾ അതിനകത്ത് മജോറിറ്റി ഇപ്പോൾ കൃഷ്ണകുമാർ പറയുന്നതാണ് ശരി, ഓക്കെ ഫൈൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്കഷൻ എപ്പോഴും നടക്കുന്നത് സീൻ ഓർഡറിലാണ്. എപ്പോഴും ഒരു ഡിസ്കഷൻ. ഇപ്പം നമ്മളൊരു കഥ ജിത്തുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ ഓർഡർ എഴുതുന്നതാണ് ജിത്തുവിൻ്റെ ഒരു തീരുമാനമുണ്ട്. ജിത്തു പറയുന്നതും ഞാൻ എഴുതുന്നു. ഈ സീൻ ഓർഡർ വർക്ക് ചെയ്തുകൊണ്ട് ചെന്ന് ഇപ്പോൾ 1 മുതൽ 70, 80 വരെയുള്ള സീൻ ഓർഡർ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ചെന്ന് കഴിയുമ്പോഴാണ് ജിത്തു അതിനകത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത്. എനിക്ക് ഇന്നത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ ഇങ്ങനെയല്ല ഇത് പോകേണ്ടത്, ഇവിടെ എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുമായിരിക്കും അതിനകത്തിൽ, അങ്ങനെയല്ല ഇങ്ങനെ.
ചിലപ്പോൾ എൻ്റേതായിരിക്കും, അത് കൺവിൻസ്ഡ് ആവും, ജിത്തു കൺവിൻസ് ആവും, ചിലപ്പോൾ ജിത്തു അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ധാരണ എത്തിയിട്ടാണ് ഫൈനൽ സ്ക്രീൻ പ്ലേയിലേക്ക് പോകുന്നത്. ഉള്ളത് ഡയലോഗല്ലേ ഉള്ളൂ. ആ ഡയലോഗിൻ്റെ അത് കൃഷ്ണകുമാർ അങ്ങനെ എഴുതും. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇത് ചോദിക്കും. ഈവൻ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ചില ആക്ടേഴ്സ് വരെ ചോദിക്കാറുണ്ട്, നമുക്ക് ഈ ഡയലോഗ് മാറ്റി ഇങ്ങനെ പറഞ്ഞാലും ആയിക്കോട്ടെ. കാരണം എൻഡ് ഓഫ് ദി ഡേ എന്താണ്, സിനിമ നന്നാവണം. അല്ലാതെ എൻ്റെ പിടിവാശിക്കനുസരിച്ച് എൻ്റെ രീതിയിൽ തന്നെ പോകണം എന്നുള്ള നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. സിനിമയുടെ ഗുണകരമായ എന്ത് ഇതിനും നമ്മൾ വഴങ്ങി കൊടുത്തേ പറ്റൂ. ഗുണകരമായ ഇതിൻ്റെ തന്നെ നുണക്കുഴിയുടെ തന്നെ ക്ലൈമാക്സ് ഞാൻ ആദ്യം ഒരു ക്ലൈമാക്സ് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പോൾ ജിത്തു പറഞ്ഞാൽ അതിനകത്തിലൊരു എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 1-2 ഓപ്ഷൻ ക്ലൈമാക്സ് 3-4 ഓപ്ഷൻ ക്ലൈമാക്സ് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അസിസ്റ്റൻസിൻ്റെ ടീമും എല്ലാവരും കൂടി ഇരുന്ന് ഇതെല്ലാം വെച്ച് ഡിസ്കസ് ചെയ്തു. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇതുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ജിത്തുവിന് എന്തോ അങ്ങനെ ഒരു കൺവിൻസ് ആവാതെ അവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വേറൊരു ഇതിലേക്കാണ് കുറച്ചും കൂടെ ഒരു ഫോക്കസ് ചെയ്തത്. പിന്നീട് അത് പക്ഷേ നമ്മളത് പെൻഡിങ്ങിൽ വെച്ചു. ഷൂട്ടിനിടയ്ക്ക് ഇത് ബേസിലുമായിട്ടും കൂടെ ഡിസ്കസ് ചെയ്തു. ബേസിലുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ബേസിൽ ഞാൻ ഫോക്കസ് ഇത് ചെയ്തൊരു ക്ലൈമാക്സിനോടാണ് ചെയ്തത്. അപ്പം ബേസിലും കൂടെ വന്നിട്ടാണ് ജിത്തുവിനോട് പറയുന്നത് എന്നെ വിശ്വസിക്കുക, ഇത് വർക്കാണ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ വേറെ. അപ്പം ജിത്തു പറഞ്ഞു ഓക്കെ. എനിക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്നില്ല ഇതിനകത്ത് ഒന്നിനകത്തും. ഞാൻ ഈ പറഞ്ഞ ഒന്നിലും എനിക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്നില്ല. കാരണം അതിപ്പോൾ ഈ ത്രില്ലർ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പിന്നെ അതല്ല, ഞാൻ ഈ പർട്ടിക്കുലർ അതിപ്പോൾ ഡീറ്റെയിൽ ചെയ്ത് പറയാൻ പറ്റത്തില്ല. പർട്ടിക്കുലർ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് രീതിയിൽ അതിനകത്ത് പെട്ടെന്ന് ഇതിങ്ങനെ വരുമ്പോൾ ഇത് പെട്ടെന്ന് ഒരു സാധനം അങ്ങനെ വന്നാൽ അത് മുഴച്ച് നിൽക്കും, അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇത് ചിന്തിക്കുന്ന കാര്യം ഇതൊരു ഹ്യൂമർ സിനിമയാണ്. മനസ്സിലായോ? മറ്റുള്ള സിനിമയുടെ പോലത്തെ ഒരു ലോജിക്കലി അങ്ങനെ മൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടൊക്കെ ആവാം എൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ നിങ്ങളെ വിശ്വസിച്ചങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഓക്കെയാണ്. ഇതെനിക്ക് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞു. അല്ല, പേപ്പറിൽ അത് കണ്ടപ്പോൾ അപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നി ത്രില്ലർ ചെയ്ത് ഈ അവസാനത്തെ ഈ പരിപാടിയുടെ സസ്പെൻസിൻ്റെ വലിപ്പവും അതിനെപ്പറ്റിയൊക്കെ ജിത്തുവിൻ്റെ മനസ്സിലുള്ളത് കുറച്ചും കൂടെ ഒരു വേറൊരു കാഴ്ചപ്പാടാണ്. അപ്പം നമ്മളത് ഇതൊരു കുഞ്ഞു സിനിമയാണ്, ഹ്യൂമർ സിനിമയാണ്. അപ്പോൾ ഇത് മതി എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് ഇപ്പം നമ്മൾ പറയുകയും അപ്പോൾ അതെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഉണ്ട് കേട്ടോ, ശരിയാക്കട്ടെ. ഞാൻ പണ്ട് മമ്മി ആൻഡ് മീയുടെ സ്ക്രിപ്റ്റ് കൊണ്ട് ഈ മലയാളത്തിലൊരു ഡയറക്ടർക്ക് വായിക്കാൻ കൊടുത്തത്. അദ്ദേഹം നല്ല പോസിറ്റീവായിട്ട് എല്ലാം പറയുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു സെക്കൻഡ് ഹാഫ് വേണമെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലാതെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളെല്ലാം കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസിലെല്ലാം കൂടെ വന്ന് അതങ്ങ് ക്ലൈമാക്സിൽ ഒന്നിച്ച് അങ്ങ് അങ്ങ് അവസാനിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കാരണം പുള്ളിയുടെ സിനിമകളെല്ലാം അങ്ങനെയാണ്. കാരണം അങ്ങനെ ചെയ്ത് അങ്ങനെ നമ്മളങ്ങനെ ആയിപ്പോവും. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാര്യത നമ്മളൊരു പാറ്റേണിനകത്ത് നിന്ന് വിട്ടുപോകും. അല്ല, അതിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പം നമ്മൾ സസ്പെൻസ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. സസ്പെൻസ് നമ്മൾ റിവീൽ ചെയ്ത് എല്ലാം കാര്യം നമ്മൾ ശരിക്കും ലാപ്ടോപ്പ് മിക്സ് ആവുന്നത് അത് കാണിക്കണ്ടെന്നാണ് വെച്ചത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയത്, ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ നിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സസ്പെൻസ് എലമെൻ്റ് അതല്ല. ഇപ്പം ഈ ലാപ്ടോപ്പ് മാറിപ്പോയി എന്നുള്ള ഒരു സസ്പെൻസ് എലമെന്റ് ഒന്നും അല്ല. സസ്പെൻസ് എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കുന്നത് വലിയ. അപ്പം നമ്മൾ ഇതിനകത്ത് സസ്പെൻസ് ഒന്നും ഇല്ല. ഇത് നിങ്ങൾക്ക് ആദ്യമേ അറിയാം, ഇത് ഹ്യൂമർ സിനിമയാണ്. എടാ, നീ ഓടുന്നത് നിന്റെ ലാപ്ടോപ്പിന്റെ പുറകെയല്ല, അതിലുള്ള ഫൺ വർക്കായാൽ മതി. നീ വേറെ ഏതോ ഒരുത്തൻ്റെ പുറകെയാണ് ഓടുന്നത്, നീ നിന്റെ സാധനത്തിൻ്റെ പുറകെയല്ല. ഇതാണ് വർക്കൗണ്ട്. അല്ലാതെ നമ്മൾ സസ്പെൻസ് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഓഡിയൻസ് പറയും, ഓ ജിത്തു ജോസഫ് ഇതാണോ സസ്പെൻസ് വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് പറയും 100% പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഭാരം ഞാനും കൂടെ പിടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്തും സസ്പെൻസ് വെച്ചില്ല. ഈ ത്രില്ലറുകളിൽ നിന്ന് ത്രില്ലറുകളിലേക്ക് നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഭയങ്കര പ്രഷർ വരാറുണ്ട്. അപ്പം ആദ്യത്തേൽ ഇത്ര ട്വിസ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ തിയേറ്ററിലടക്കം ഇരുന്നിട്ട് ആളുകളുടെ ഭാഗത്തുനിന്ന് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഗാസ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ ദൃശ്യത്തിന് അതിന് മുൻപും ഒക്കെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഡിറ്റക്റ്റീവ് തൊട്ട് എല്ലാത്തിലും. അപ്പം ഈ അടുത്തൊരു പടത്തിലെത്തുമ്പോൾ ഇത് ഫസ്റ്റ് തോട്ട് വരിക ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ത്രില്ലിങ് ഇത് കൊടുക്കണം അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അത്തരം പ്രഷറുകൾ വരാറുണ്ടോ? ഞാനങ്ങനെ മറ്റേ സിനിമയിൽ ഇതുപോലത്തെ ട്വിസ്റ്റായിരുന്നു, അതിൻ്റെ മുകളിലുള്ള ട്വിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. കഥാപരമായി പോകുമ്പോൾ ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാരെ അങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇമ്പാക്റ്റ് കൊടുത്ത് വിട്ടാൽ നല്ലതാണ്, അത്രയേ ഉള്ളൂ. അതിനിപ്പം മറ്റതിനേക്കാൾ മുകളിലുള്ള അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. നമ്മളൊരു ഓർഗാനിക്കലി ഒരു കഥയെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനെന്തൊക്കെ വേണോ ആ രീതിയിൽ അങ്ങ് പോകും, അത്രയും. പക്ഷേ എന്നാലും ജിത്തുവിൻ്റെ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ എനിക്ക്
ഇത്തരം ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു സസ്പെൻസ് അത് മതിയോ? ഇപ്പോൾ ജിത്തു ജോസഫ് ആണല്ലോ ഡയറക്റ്റ്. ഞാൻ ചില സബ്ജക്റ്റുകൾ പറഞ്ഞിട്ട് പറയും ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാനല്ല, ഞാനൊരു കഥ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് പറ്റുന്ന ഇത് കുഞ്ഞു ത്രില്ലർ സിനിമ, അത് വേറെ ആരെങ്കിലും പുതിയ ആൾക്കാരെ. അപ്പം എനിക്കൊരു റൈറ്റർ എന്നുള്ള നിലയിൽ അങ്ങനെ തോന്നാറുണ്ട്. ഇത് ജിത്തുവിന് പറ്റുന്ന ഒരു ട്വിസ്റ്റാണോ അല്ലെങ്കിൽ ആ സസ്പെൻസ്, അത് തീർച്ചയായിട്ടും. കാരണം ആൾക്കാരത് എക്സ്പെക്റ്റ് ചെയ്യും, ആൾക്കാർ ആ ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മുമ്പേ പറഞ്ഞത്, നമ്മൾ സസ്പെൻസ് വേണ്ടാന്ന് വെച്ച് പ്ലെയിനായിട്ട് പറഞ്ഞു പോയി എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ 1-2 സിനിമകളുടെ കാര്യം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഒന്ന് പുതുതായിട്ട് പ്ലാൻ ചെയ്യുന്ന ഫഹദ് ഫാസിനൊപ്പമുള്ള ജിത്തു ജോസഫിൻ്റെ സിനിമ, അത് ഏത് ലെവലിൽ എത്തിയിട്ടുണ്ട്? എപ്പോഴായിരിക്കും പ്രേക്ഷകർക്ക് നടക്കുന്നില്ല? ശാന്തി എഴുതുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി കേസന്വേഷണവും ഇതും അല്ല കേസന്വേഷണം പെട്ടു കോടതിയിൽ കേസ് വാദിക്കുന്നു, ഇത് ചെയ്യുന്നു. പിന്നെ ഇതിനെ മറ്റേത് തന്നെ 2.5 കൊല്ലം കൊണ്ട് തീർത്ത ഇടയ്ക്ക് പുള്ളിക്കാരത്തി വല്ലതും ഇങ്ങോട്ട് എനിക്ക് ഏറ്റുവാനൊരു കേസുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്ത് പോകും, നമുക്ക് വണ്ടി ഇരുന്ന് അങ്ങനെയൊക്കെ പോയിരുന്ന ഡിസ്കസ് ചെയ്ത്. ഇപ്പോൾ ഇതും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത്. പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഒത്തിരി കേസുകളുള്ളതുകൊണ്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വർക്ക് നടക്കുന്നു. ഈ അഡ്വക്കേറ്റ് വിജയകൃഷ്ണൻ്റെ അതൊന്നുമല്ല, മറ്റൊരു കേസ് അന്വേഷിക്കാനുള്ള സാധ്യതയും അല്ല അതുണ്ട്. അതൊക്കെ ചിലപ്പം വന്നെന്ന് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾറെഡി നേരെന്ന് പറയുന്ന സിനിമയുടെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പുറത്ത് ഒറിജിനലി നടന്നൊരു പല ഇൻസിഡൻസിൽ ഒരു ഇൻസിഡൻ്റാണ്. അതിനെ ബേസ് ചെയ്ത് ഡോക്യുമെൻ്ററിയും ഇതുമൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് കേസ്. അതിനകത്ത് വെച്ചാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ക്യാച്ച് പോയിന്റ്. എന്ന് പറഞ്ഞ പോലെ നല്ല ഇൻട്രസ്റ്റിംഗ് കേസസ് ഒറിജിനലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാൽ അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ ഡെഫിനറ്റ്ലി നമ്മൾ വിജയമോഹനെ വീണ്ടും കൊണ്ടുവരും. അത് പക്ഷേ ഒരിക്കലും നേരിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കില്ല. വിജയമോഹൻ്റെ ലൈഫിൽ വേറൊരു കേസ് CBI പോകുന്ന അതിനുള്ള സാധ്യതയുണ്ടോ? ഇതിൻ്റെ അർത്ഥം ഉടനെ ഞാനത് ചെയ്യാൻ പോകുന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചിലപ്പം സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം എനിക്ക് നുണക്കുഴി കണ്ടപ്പോഴും മുൻപ് മൈബോസ് കണ്ട എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം നുണക്കുഴി കണ്ടു. കോമഡി ഭയങ്കര രസമായിട്ട് എടുക്കുന്ന ഒരു ഡയറക്ടറും കൂടിയാണ് ജിത്തു. റൈറ്റിങ്ങിൽ ഇപ്പം കോമഡി എഴുതി ഫലിപ്പിക്കാൻ കഴിയുമെന്ന് കൃഷ്ണകുമാരൻ തെളിയിച്ചിട്ടുണ്ട്. ജിത്തുവായിട്ട് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നടൻ പറയുന്നത് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന്, ഈ പറയുന്ന പ്രിയദർശൻ സിനിമകളിലുള്ള ഈ നുണക്കുഴിയുടെ അതേ ലെയറിൽ വരുന്ന കൺഫ്യൂഷൻ, കള്ളത്തരം മൂലം ഉണ്ടാകുന്നത്, കള്ളം പറഞ്ഞിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈവൻ അതേസമയം മദ്യപാനിയായിട്ടുള്ള സംഭവം, ഇങ്ങനെ ഏത് ലെയറിലും കോമഡി ഭയങ്കര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണ്. സോ നിങ്ങളുടെ ടീമിൻ്റെ അടുത്ത് നിന്ന് ഒരു മോഹൻലാൽ കോമഡി ഈ ഒരു നുണക്കുഴിയുടെ ആ ഒരു ലെയർ ഒക്കെ വരുന്ന അല്ലെങ്കിൽ ആ ഒരു സ്പൈസസ് വരുന്ന ഒരു കോമഡി ചിത്രം ചിന്തിക്കാൻ സാധ്യത ഉണ്ടോ? അല്ലേ, അങ്ങനെ ഒരു സാധ്യത വന്നാൽ ഞങ്ങൾ എപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ മതി. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. അതിനുള്ള സാധ്യത ഒരു കഥ വരട്ടെ, കഥ വന്നാൽ അതെല്ലാം ചെയ്യും. അങ്ങനെ ഒരു പടത്തിന് ആഗ്രഹമുണ്ടോ, ഒരു കോമഡി പടം? അല്ല, എപ്പോഴും ലാലേട്ടനോട് സിനിമ ചെയ്യുക എന്നുള്ളത് ഏത് സിനിമയാണെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളൂ, എപ്പോഴും ചെയ്യാനില്ല. പക്ഷേ ഇപ്പം നല്ല സാധനം നല്ലതായിരിക്കണം. ഭയങ്കര ഒരു ഇപ്പം നമ്മളൊരു മോഹൻലാൽ ഹ്യൂമർ സിനിമ എന്ന് പറഞ്ഞാൽ, അതായത് മോഹൻലാൽ ജിത്തു ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ വരും. അത് നമ്മൾ ഹ്യൂമർ ആണെങ്കിൽ അത്രയും റേഞ്ചിലുള്ള ഒരു സിനിമ ചെയ്താലാണ് ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ എനിക്കൊന്ന് അതിനെക്കാട്ടിൽ സേഫ് ത്രില്ലറായിരിക്കും. എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റും. അല്ല, എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റുന്നതെന്നല്ല, ഞാൻ പറയുന്നത് ഈ പ്രഷറിനേക്കാളും ഇത്രയും പ്രഷർ പിടിക്കേണ്ടി വരത്തില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുകയും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉത്തരം പറയുകയും ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ജിത്തു സാറ് റാമിൻ്റെ ഒരു അവസ്ഥയെ കുറിച്ച്. പക്ഷേ അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി, നിലവിൽ എന്താണ് റാം എത്താനുള്ളൊരു പ്രയാസം? അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. പറയാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ പ്രൊഡ്യൂസറിനെ അറിയാവുള്ളൂ. പ്രൊഡ്യൂസറോട് ചോദിക്കണം, ഞങ്ങളൊക്കെ റെഡിയാണ്. ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് മറുപടി. കാരണം എല്ലാവരും ഇപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറോട് ചോദിക്കുക. പ്രൊഡ്യൂസർ യെസ് നമ്മൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങും. അതാണ് സിറ്റുവേഷൻ. ഇതാണ് നല്ല സിറ്റുവേഷൻ. റിവ്യൂസിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ്, അതിൻ്റെ ഒരു പീക്ക് പോയിന്റ് കഴിഞ്ഞ് ഇപ്പോൾ അത് മാറി മറിഞ്ഞൊക്കെ വരുന്ന ഒരു സമയത്തിലൂടെയാണ്. നിങ്ങൾ വിജയിച്ച സിനിമകളുടെ ഒക്കെ ഭാഗമായിട്ടിരുന്ന അതിൻ്റെ ക്രിയേറ്റേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങളെങ്ങനെയാണ് ഒരു റിവ്യൂസിനെ ഇപ്പോൾ ഉള്ള പ്രസൻ്റ്ലി പല സ്പേസസ് നിന്ന് വരുന്ന റിവ്യൂസിനെ കാണുന്നത്? അതിൻ്റെ ഒരു എക്സാക്ട് ഇമ്പാക്റ്റ് എങ്ങനെയാണ് സിനിമയിൽ? ശരിക്കും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അതോ ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതിലും കൊണ്ടുവരാതിരിക്കുന്നതിലും ഉണ്ടോ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്? ആഡ് ഓൺ ആയിട്ട് ഇത്തരം റിവ്യൂകൾ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ സംവിധായകർക്കും ഒക്കെ ബാധ്യതയാവുന്നു ഉണ്ടോന്നും കൂടി ഒരു സിനിമ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ പറയും. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ റിവ്യൂസിനെ വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാൽ, ഞങ്ങളുടെ ടീമിൽ തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പിള്ളേർക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക റിവ്യൂ ചെയ്യടാന്ന് പറഞ്ഞ രീതിയിലാണ്. അത് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാനായിട്ട് അവർ ഒരു ഒപ്പീനിയനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളിപ്പോൾ
അപ്പോൾ ഒത്തിരി റിവ്യൂവേഴ്സ് ഉണ്ട്. ഈ റിവ്യൂവേഴ്സിൽ തന്നെ എത്ര പേര് ജെനുവിൻലി സീരിയസ് ആയിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം ഒന്നാമത്തെ കാര്യം എനിക്കൊരു അഭിപ്രായത്തിൽ വെച്ച് കഴിഞ്ഞാൽ, ആ റിവ്യൂ ചെയ്യുന്ന ആൾക്ക് ഞാനാണ് ഈ മലയാള സിനിമയുടെ ഇത് അത്യന്തികമായ ഫൈനൽ വേർഡ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് വരാൻ പാടില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഇത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിയുടെ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പല റിവ്യൂസ് നമ്മൾ കാണുമ്പോൾ അയാൾ ജനറലി അതിനെ കറക്റ്റായിട്ട് ആ സിനിമയെ നല്ല രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നതെന്ന് മനസ്സിലായാൽ ആ റിവ്യൂവർക്ക് വിശ്വാസ്യത വരും. പക്ഷെ ചില റിവ്യൂവേഴ്സിനെ നമുക്ക് കാണറിയാം, ഇന്ന് ഈ സിനിമയ്ക്കൊരു കാര്യം പറയും, ഇത് കഴിഞ്ഞൊരു 4-5-6 സിനിമ കഴിയുമ്പോൾ പുള്ളി അത് വിട്ടിട്ട് ഈ സെയിം കാര്യം വേറെ രീതിയിൽ പറയും. അപ്പം ഓഫ് കോഴ്സ് സിനിമയുടെ രീതികൾ മാറും, എങ്കിലും ഒരു ബേസിക് ഒരിതുണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങനെയുള്ള റിവ്യൂസിനെ നമ്മളൊരിക്കലും ഫോളോ ചെയ്യത്തുമില്ല, നമ്മളത് കണക്കിലെടുക്കില്ല. പിന്നെ റിവ്യൂസിനെ പേടിച്ച് സിനിമയായിരിക്കാൻ പറ്റത്തില്ല. നമ്മളെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ച് പോയിൻറ്റ്സ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാനിങ്ങനെ വളരെ കുറച്ച് പേരെ ഞാൻ ഇത് ചെയ്യുള്ളൂ. അത് ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്ത് എൻ്റെ പിള്ളേർ പറയും അവർ നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് സാർ, അതിനകത്ത് പ്രശ്നങ്ങളാണെങ്കിലും ചൂണ്ടി. അപ്പം ഞാൻ നോക്കും എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, ഓ അങ്ങനെയൊക്കെ ചെയ്യും. അത് എന്നിട്ട് നമ്മൾ ഭാവിയിൽ തിരുത്താൻ നോക്കും. അതുകൊണ്ട് റിവ്യൂ എന്ന് പറയുന്ന സാധനം വേണ്ട അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ റിവ്യൂ ചെയ്യുന്നവരുടെ സത്യസന്ധതയും അതിൻ്റെ ക്വാളിറ്റിയുമാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജെന്യുവിനായിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരു കാര്യം അയ്യോ ഇതിങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ അവരുടെ അതുവരെയുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ക്രെഡിബിലിറ്റി വെച്ചിട്ട് ആൾക്കാർ അതിനെ എടുക്കും. പിന്നെ ഇവിടെ നമ്മുടെ മുമ്പിൽ ഇഷ്ടംമാതിരി എക്സാമ്പിളുണ്ട്. ഒരു പടത്തെക്കുറിച്ച് മോശം പറഞ്ഞു, പക്ഷെ തിയേറ്ററിൽ കളക്ട് ചെയ്തു. ഒരു പടത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് എഴുതി, ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞു, പക്ഷെ തിയേറ്ററിൽ കളക്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ അത് ഒരു പരിധിവരെ അതിന് വില കൊടുക്കും, പക്ഷെ അന്ധമായിട്ട് ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനീ പറഞ്ഞ 2 സംഭവങ്ങൾ സംഭവിക്കത്തില്ല. അപ്പം അത് പക്ഷേ ഇതിനെന്നറിയാം എല്ലാവരും കയറി റിവ്യൂ ചെയ്യുക. അല്ല അത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ റിവ്യൂവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഈ റിവ്യൂവേഴ്സിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വിശ്വാസ്യത അതിനകത്തിലൊരു ഓഡിയൻസിൻ്റെ ഇടയിൽ അത്ര ഭയങ്കര, കാരണം ഒരു സിനിമയുടെ ജയപരാജയങ്ങളെ റിവ്യൂ അത്രയൊന്നും ബാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമായിട്ടും ഓഡിയൻസിന് ഒരു വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ ഈ റിവ്യൂ ഇതൊന്നും ഒരു ബാധകമല്ല. മറ്റുള്ള ആൾക്കാർ പോയി കണ്ടിട്ട് വന്നിട്ട്, ഇപ്പോൾ എന്നോട് എൻ്റെ നെയ്ബർ പറയുകയാണ് അത് നല്ല സിനിമയുടെ ഞങ്ങൾ കണ്ടു, ഫാമിലിയായിട്ട് കണ്ടു, നമ്മൾ ഒരു റിവ്യൂ നോക്കില്ല, നമ്മൾ പോയി കാണും. ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിവ്യൂവിനും ഒരു സിനിമയും പരാജയപ്പെടുത്താനും ഇനി അയാൾ റിവ്യൂ ചെയ്ത് ഭയങ്കര മേന്മയാണെന്ന് പറഞ്ഞാൽ ഉടനെ വിജയിപ്പിക്കാനും പറ്റത്തില്ല. ഒരു ചെറിയ ശതമാനം ഓഡിയൻസിനെ സ്വാധീനിക്കാൻ പറ്റുമായിരിക്കും. എസ്പെഷ്യലി ഇപ്പം ഞാൻ കാണുന്നത് ഒരു 1-2 വർഷം മുമ്പുണ്ടായിരുന്ന അത്രയും ഒരു ഇമ്പാക്റ്റ് ഇപ്പം ഇല്ല റിവ്യൂസിനില്ല. റിവ്യൂവേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി പോയി. റിവ്യൂവേഴ്സ് പറഞ്ഞ പല സിനിമകളും നേരെ വിപരീതം സംഭവിച്ചു. അത് സംഭവിച്ചതുകൊണ്ട് റിവ്യൂവേഴ്സിൻ്റെ ക്രെഡിബിലിറ്റിക്ക് ഭയങ്കരമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ റിവ്യൂവേഴ്സിൻ്റെ പല സിനിമകളിലും റിവ്യൂ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ താഴെ പോയിട്ട് ഓഡിയൻസിൻ്റെ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ഇതെന്നുള്ളത്. 10,000-30,000 കമൻസൊക്കെ കിടക്കുന്നതിനകത്തിൽ അവർ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് 90% കമൻറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് റിവ്യൂവേഴ്സിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നതിന് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ജയപരാജയങ്ങളെയൊന്നും ബാധിക്കത്തില്ല. പിന്നെ വേറെ ഇതുണ്ടല്ലോ, ഞാനൊരു റിവ്യൂവറാണ്. എനിക്ക് വളരെ കലാമൂല്യമുള്ള അങ്ങനെ ഒരു പ്രത്യേക പാറ്റേൺ ഓഫ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ അഫിനിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് കഴിഞ്ഞ് ബാക്കി ചിലപ്പോൾ ടൈപ്പ് ഓഫ് പടങ്ങളിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പുള്ളി ജെനുവിനായിട്ടാണ് പറയണേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് കാണുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും പുള്ളിക്ക് ഏത് പാറ്റേണാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ പുള്ളി വേറൊരു പാറ്റേണിൽ പറയുമ്പോൾ അവർക്ക് അതിനകത്ത് വിശ്വാസത്തെ പോവും. മറ്റേതിൽ പുള്ളി കറക്റ്റായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ ആംഗിളിൽ നിന്ന് ഞാൻ റിവ്യൂസിനെ കാണുന്നത് എങ്ങനെയാണ്, ചില റിവ്യൂസിനെ കാണുന്നവർക്ക് പുള്ളി ഇങ്ങനെ പറയുന്നതാണ് പുള്ളിയുടെ പക്ഷേ പാറ്റേണിലുള്ള സിനിമയല്ല ഇത്. അപ്പോൾ പുള്ളി അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് അത്രയും വലിയ കണക്കിലെടുക്കണ്ട. പിന്നെ ഈ മലയാളി പ്രേക്ഷകൻ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് സിനിമയുടെ കാര്യത്തിൽ. വെച്ചാൽ വളരെ സാധാരണക്കാരനായ സിനിമ വ്യൂവർ പോലും സിനിമയുടെ കാര്യത്തിൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരു റിവ്യൂവർ പറയുന്നത് കേട്ടിട്ട് പോകണോ പോകണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു മലയാളി പ്രേക്ഷകനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അൾട്ടിമേറ്റ് പ്രേക്ഷകൻ്റെ തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ആദ്യത്തെ ഷോയോ 2ാമത്തെ ഷോയോ കഴിയുമ്പോൾ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് വരും. ഈ ഓഡിയൻസിൻ്റെ റെസ്പോൺസാണ് സിനിമയുടെ
ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. ഓഡിയൻസ് എന്ത് പറയുന്നു, ആദ്യ ദിവസങ്ങളിലെ ഓഡിയൻസ്, ഒന്നാമത്തെ രണ്ടാമത്തെ ഷോയിലെ ഓഡിയൻസ് എന്ത് പറയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് സിനിമ വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതുള്ള ഒരു ഘടകവും സിനിമയെ സ്വാധീനിക്കുന്നത്, സിനിമയുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്നില്ല. അത് ആൾക്കാർക്കുള്ള അനാവശ്യമായ ഭീതിയാണ്. ഇത് ഒരാൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ പരാജയപ്പെട്ടു പോകും, ഒരാളെ കൊണ്ട് റിവ്യൂ ചെയ്യിച്ചു കഴിഞ്ഞാൽ സിനിമ ഭയങ്കരമായി വിജയിക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഓഡിയൻസ്, പ്രേക്ഷകൻ, മലയാളി പ്രേക്ഷകൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് സിനിമയുടെ കാര്യത്തിൽ. അവർ ഇത്രയും സിനിമ കണ്ട്, ഇത്രയും ടൈപ്പ് സിനിമകൾ കണ്ട്, ഓരോ കാലഘട്ടത്തിലൂടെയുള്ള ഡിഫറൻ്റായ സിനിമകൾ കണ്ട്, വിവിധ ലോക സിനിമകൾ കണ്ട് എഡ്യൂക്കേറ്റഡ് ആണ്. എനിക്കിഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ഓരോ പ്രേക്ഷകനും അറിയാം. ഈ സിനിമ ഇങ്ങനെ കേൾക്കുന്നു, എനിക്ക് കാണേണ്ട സിനിമയാണ്, അത് അവർക്കറിയാം. അത് വേറൊരാൾ പോയി പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യം, ഒരു ഗതികേട് മലയാള പ്രേക്ഷകനില്ല. പിന്നെ അവർക്ക് പല കാര്യത്തിലും അവരുടേതായ തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് സിനിമ കൊള്ളാം, പക്ഷെ സാറിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അതല്ല വേണ്ടത് എന്നിൽ നിന്ന്. അങ്ങനെയുള്ള ഇതുണ്ട്. ചിലർ വന്നിട്ട് പറഞ്ഞു, ഓ ഒന്ന് മാറിയത് നന്നായി, ഞങ്ങളത് എൻജോയ് ചെയ്തു, അങ്ങനെയാണ്. പിന്നെ ചിലർ പറയുമായിരിക്കും എനിക്കത് വർക്കൗട്ടായില്ല. അത് അയാൾക്ക് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് അവരുടേതായ ധാരണയുണ്ട്. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ട് മാത്രമല്ല. അത് നമ്മൾ ഈ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് കിട്ടും. അതുകൊണ്ടാണ്. പക്ഷേ കുറേ സിനിമാക്കാർ, എനിക്ക് തോന്നുന്ന കുറച്ച് സിനിമാക്കാർക്ക് അതൊരു എവിടെയോ ഒരു ഉൾഭയം ഉണ്ട്, ഇതിങ്ങനെ പേടിക്കും. നമ്മൾ അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നല്ല ക്വാളിറ്റി സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് അതിനെ എടുത്താൽ മതി. പിന്നെ ഈ റിവ്യൂവേഴ്സിന് ഭയമുണ്ടോ? അങ്ങനെ ഭയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സേഫ് സോണിൽ നിന്ന് മാറി, ജിത്തുവിൻ്റെ സേഫ് സോണിൽ നിന്ന് മാറി ഇങ്ങനത്തെ ഒരു വൈൽഡ് അറ്റംപ്റ്റ് നടത്തത്തില്ല. ഇതൊരു സാധാരണ കോമഡി ഡ്രാമ പോലും അല്ല, ഇതൊരു വൈൽഡ് അറ്റംപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞ്. ഇങ്ങനത്തെ ഒരു പരീക്ഷണത്തിനൊന്നും മുതിരില്ല നമ്മൾ. അങ്ങനെ അവരെ പേടിയുണ്ടെങ്കിൽ. അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായം. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള സിനിമ എഴുതാനും അത് ഡയറക്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ഒരാൾ വന്ന്, അതിൽ ആക്ട് ചെയ്യാൻ തയ്യാറായിട്ട് ആക്ടേഴ്സും വന്ന്, പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസറും വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ എടുക്കാം. നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ട് എന്തഭിപ്രായം പറയാം. അതിനാണല്ലോ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വെക്കുകയാണല്ലോ ഇത്. നിങ്ങൾ കാണൂ, നിങ്ങൾ വിലയിരുത്തൂ, നിങ്ങൾ പറയൂ. അതുകൊണ്ട് വേറൊരു മൂന്നാമതൊരാളെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനൊരു ദൃശ്യം എല്ലാവരും ഭയങ്കരമായിട്ട് ദൃശ്യം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എത്ര പേര് കാണും? ഉണ്ട്. അത് എന്ന് പറഞ്ഞ പോലെ അത് മജോറിറ്റി ഇഷ്ടപ്പെടുമ്പോൾ പടം ഹിറ്റ്. എൻ്റെ 2 സിനിമകളിലും വെച്ചിട്ട് കൂമൻ ഇഷ്ടപ്പെട്ട എത്രയോ ആൾക്കാർക്ക് 12th മാൻ ഇഷ്ടമല്ല. 12th മാൻ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട എത്രയോ ആൾക്കാർക്ക് കൂമൻ ഇഷ്ടമല്ല. അത് സ്വാഭാവികമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റാണത്. നമുക്കിത് തൽക്കാലം ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. തുടർന്ന് ഇത്തരം സംസാരങ്ങൾ ഭാവിയിലേക്ക് ഉണ്ടാവട്ടെ. നുണക്കുഴി ജിത്തു ജോസഫിൻ്റെ മറ്റ് സിനിമകൾ പോലെ തന്നെ ഒരുപാട് ദിവസം തിയേറ്ററുകളിൽ ഓടട്ടെ. ഒരുപാട് പ്രേക്ഷകർ കാണട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.